നമസ്കാരം ശ്രീവാസം. കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം അവിടെ CPM അനുകൂല സംഘടന അല്ലെങ്കിൽ വ്യാപാര വ്യവസായ സമിതിയുടെ ചില യൂണിറ്റുകൾ ചേർന്ന് വഴിപാടായി ഗാനമേള നടത്തുന്നു. സ്വാഭാവികമായും അത് രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കപ്പെടുന്നു. ഡിവൈഎഫ്ഐയുടെ കൂടി ഉയർത്തുന്നു, വിപ്ലവഗാനം പാടുന്നു. അത് ഹൈക്കോടതി കയറുന്നു. കോടതി നിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ്. കൂടുതൽ പണമുണ്ടെങ്കിൽ അന്നദാനം നടത്തൂ, ഇത് കോളേജ് ക്യാമ്പസ് അല്ല എന്നുള്ളത്. എന്നാണ് ഈ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് ദേവസ്വം ബോർഡ് നോക്കുകുത്തികളാകുന്ന സാഹചര്യം എന്നാണ് ഇങ്ങനെ നോക്കിക്കാണുന്നത്? അല്ല ലക്ഷ്മി, നോക്കൂ, അങ്ങ് പറഞ്ഞതുപോലെ ഇതിലൊരു സ്വാഭാവികത ഇല്ല, അസ്വാഭാവികതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. പണ്ട് അമ്പലത്തിൽ പോകാനല്ല വഴിയുടെ ഫ്രണ്ടിൽ കൂടെ പോയതിന് ഗൗരിയമ്മയ്ക്ക് ഷോക്കോസ് അയച്ച പാർട്ടിയാണിത്. അങ്ങേക്ക് അറിയാമല്ലോ. പള്ളിയിൽ പോകണം അല്ലെങ്കിൽ അവസാനമായി എന്റെ ശവശരീരം പള്ളിയുടെ കല്ലറയിൽ അടക്കണമെന്ന് ആഗ്രഹിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കോടതി കയറ്റിയിറക്കി ഞങ്ങൾ വിപ്ലവഗാനം പറഞ്ഞ് അത് ചിതയിൽ അടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ലോറൻസിന്റെ മകൾക്ക് പോകേണ്ടി വന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ ഈ പാർട്ടിയിൽ. നോക്കൂ, എത്ര വലിയ നയവ്യതിയാനമാണ് ഇവരെ സംബന്ധിച്ചുണ്ടാവുന്നത്. പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു കാലത്തും വിലയില്ലാത്തവരുടെ കൂട്ടത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നവർ ഇപ്പോൾ തെളിയിക്കുകയാണ്. എനിക്ക് ഏറ്റവും ബഹുകേമമായി തോന്നിയത് ഇവരവിടെ പാടിയൊരു പാട്ടാണ് കേട്ടോ. ഒന്ന്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടാണ് പാടുന്നത്. ആരാണ് പുഷ്പൻ? പുഷ്പൻ എന്ന് പറയുന്നത് പണ്ട് സ്വാശ്രയ കോളേജുകൾ പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി, പൂർണ്ണമായല്ലേ, ഏതാണ്ട് 30-40% പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ ഇന്ന് CPM-ന്റെ കൂടെയുള്ള നികേഷ് കുമാറിന്റെ പിതാവ്, നിങ്ങളുടെയൊക്കെ വർഗമാണ്, നിങ്ങളുടെ സഹചാരിയാണ് നികേഷ് കുമാർ, അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ MVR അവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ അങ്ങ് വളഞ്ഞ് കളഞ്ഞേക്കാം, ശാസ്ത്രീയ കോളേജുകൾ പ്രൈവറ്റൈസ് ചെയ്യുന്നത് നാടിന് ദോഷമാണ് എന്ന് പറഞ്ഞ് ആ സ്പിരിറ്റ്, ആ ബോധം ഇഞ്ചക്ട് ചെയ്ത് സമരത്തിന് കൊണ്ടുവന്ന ആളാണ് പുഷ്പൻ. ആ പുഷ്പൻ അവിടെ ജീവിക്കുന്ന രക്തസാക്ഷിയായി. പുഷ്പൻ അടക്കം മരിച്ചുപോയ രക്തസാക്ഷികൾ 5-6 പേരെ ഇവർ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നിട്ട് അങ്ങേക്കൊരു കാര്യം അറിയാമോ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ശാസ്ത്രീയ കോളേജുകൾ 100% പ്രൈവറ്റൈസ് ചെയ്ത ഗവൺമെന്റിന്റെ പേര് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്നല്ല, കരുണാകരൻ ഗവൺമെന്റ് എന്നല്ല, ആ ഗവൺമെന്റിന്റെ പേര് പിണറായി 1ാം ഗവൺമെന്റ് എന്നുള്ളതാണ്. 1ാം ഗവൺമെന്റ് ആണ് ആദ്യമായി തീരുമാനമെടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ വിദേശ നിക്ഷേപം കൂടി വിദ്യാഭ്യാസ മേഖലയിലേക്ക് എടുക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും ആ പുഷ്പനെ വിറ്റ് കഞ്ഞി കുടിക്കുന്ന പരിപാടി, ഇനിയെങ്കിലും ആ പുഷ്പനെ വിറ്റ് പാട്ട നിറയ്ക്കുന്ന പരിപാടി ഇവർ നിർത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ആത്മാവ് ഈ സ്വർഗത്തിൽ ഇരുന്ന് ഇവരെ നോക്കി ഇപ്പൊ കൊഞ്ഞനെ കുത്തുന്നുണ്ടായിരിക്കും. ഇപ്പോ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാർട്ടി ക്ലാസ്സുകളിലെ ക്യാപ്സ്യൂൾ കേട്ട് അദ്ദേഹം മന്തി ഭവിച്ചതായിരിക്കും. പക്ഷെ മരണശേഷം, നമ്മളെല്ലാം മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പൊ മരണശേഷം പുഷ്പന്റെ ആത്മാവ് സ്വർഗത്തിലെത്തിയപ്പോ താഴോട്ട് നോക്കുമ്പോൾ ഇതാ ഇവിടെ ഈ താഴെ നിന്ന് ഇവർ 100% പ്രൈവറ്റൈസ് ചെയ്യാനുള്ള തീരുമാനത്തിൽ ഒപ്പിട്ടിട്ട് ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിണറായി വിജയൻ ഈ പറയുന്ന തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റിൽ CPM റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് പുഷ്പനെ അറിയാം. അതായത് പറയുന്ന വാക്കുകൾക്ക്, ഏറ്റെടുക്കുന്ന സമരങ്ങൾക്ക്, നടത്തിക്കൊണ്ടുവരുന്ന പ്രഖ്യാപനങ്ങൾക്ക്, സ്ലോഗൻസിന്, മുദ്രാവാക്യങ്ങൾക്ക് ഒരു കാലത്തും ഒരു വിലയും കൽപ്പിക്കാത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളത് ബോധ്യമായിട്ടുണ്ട്. അതിനാണ് കണക്കിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയ പ്രചരണം നടത്തേണ്ട വേദിയല്ല ഏത് അമ്പലങ്ങൾ, അത് കോൺഗ്രസിന്റെ ആണെങ്കിലും കേട്ടോ, ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞങ്ങളുടെ പാർട്ടിയാണ്, അതുകൊണ്ട് നാളെ അമ്പലങ്ങളോ പള്ളികളോ ഒക്കെ കയ്യേറിയേക്കാം, അവിടുത്തെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിലെ ആഘോഷങ്ങൾ ഇതൊക്കെ അങ്ങ് രാഷ്ട്രീയവൽക്കരിച്ച് കളഞ്ഞേക്കാം എന്നുള്ളത് ശരിയായ നിലപാടല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇൻക്ലൂസീവ് സെക്യുലറിസമാണ് ഇന്ത്യ പറയുന്നെങ്കിൽ പോലും ആ ഇൻക്ലൂസീവ്നെസ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി മതാചാര വേദികളിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പൊ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും. പക്ഷെ CPM ലക്ഷ്മി, പക്ഷേ രക്തം കോൺഗ്രസ് ഒരിടത്തും ആരും അമ്പലത്തിൽ പോകുന്നതിന് വിലക്കിയിട്ടില്ല, പള്ളിയിൽ പോകുന്നതിനെ വിലക്കിയിട്ടില്ല, BJP അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് വാക്കാലെങ്കിലും അവർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ അവർ വാക്കാലെങ്കിലും അത് വിലക്കിയിട്ടില്ല. പക്ഷേ കാലങ്ങളായി തങ്ങളുടെ പാർട്ടി മെമ്പർമാർക്ക് ഇപ്പൊ കള്ളു കുടിക്കാമെന്ന് പറഞ്ഞതുപോലെ, പണ്ട് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കുടിക്കുമായിരുന്നു, പക്ഷെ കുടിക്കാം എന്നിപ്പം സർക്കുലർ ഇറക്കിയതുപോലെ ഇത്രയും കാലം അമ്പലത്തിൽ പോകുന്നത് തെറ്റാണ്, പള്ളിയിൽ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് ചര്യയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞിരുന്നവർ അമ്പലം കയ്യേറുന്നു, അമ്പലത്തിലെ ഉത്സവങ്ങൾ കയ്യേറുന്നു, പള്ളിയിലെ പെരുന്നാളുകൾ, റാസകൾ കയ്യേറുന്നു, അതിന്റെ നടത്തിപ്പുകാരായി അവർ വരുന്നു. നല്ല കാര്യമാണ്, അവർ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി. അതായത് ലാറ്റിനിൽ ഒരു പദമുണ്ട് ലക്ഷ്മി, മേയ കുൾപ്പ മേയ മാക്സിമ കുൾപ്പ എന്ന് വെച്ചാൽ എന്റെ പിഴ എന്റെ വലിയ പിഴ. അത് ഏറ്റു പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും കാലം കാണിച്ചതെല്ലാം തെറ്റായിപ്പോയി, ഞങ്ങൾ പറഞ്ഞതെല്ലാം ഫോഷ്കുകളായിരുന്നു,
ഞങ്ങൾക്ക് ഇപ്പോഴാണ് ബോധമുദിച്ചത്. സാധാരണഗതിയിൽ ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ എന്ന പോലെ, ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ എന്നതുപോലെ, കൊച്ചി മെട്രോയുടെയും കൊച്ചി വിമാനത്താവളത്തിന്റെയും കാര്യത്തിൽ എന്നതുപോലെ ഞങ്ങൾക്ക് 15 വർഷം കഴിയുമ്പോഴാണ് ബുദ്ധി ഉദിക്കുന്നത്. അപ്പൊ അമ്പലങ്ങളുടെ കാര്യത്തിലും പള്ളികളുടെ കാര്യത്തിലും ഞങ്ങളുടെ ട്യൂബ് ലൈറ്റ് കത്താൻ ഇച്ചിരി വൈകി. ഇപ്പോൾ അത് കത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ നാളെ മുതൽ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് അടുത്തുള്ള അമ്പലത്തിലും, സെൻട്രൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടുത്തുള്ള പള്ളിയുടെ പാരിഷ് കോളേജിലുമാണ് നടത്തുന്നത് എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വളരെ കൃത്യമായാണ് വിവക്ഷിച്ചിരിക്കുന്നത്. CPM-ന് എന്താണ് അമ്പലങ്ങളിൽ കാര്യം. ആ CPM-ന് മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാനും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അത് കോൺഗ്രസിന് എന്താണ് കാര്യം, BJP-ക്ക് എന്താണ് കാര്യം, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് അവിടെ കാര്യം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ലക്ഷ്മി, എന്താ മതം ഈ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്നത് പോലെ ആ കറുപ്പിനേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. മതത്തിന്റെ പേരിൽ കൊലകൾ നടന്നതിന്റെ എത്രയോ ഇരട്ടി ആഗോളതലത്തിൽ നോക്കിയാൽ കമ്മ്യൂണിസത്തിന്റെ പേരിൽ അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ആശയങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ മതത്തെക്കാൾ വലിയ തീവ്രമായ കറുപ്പാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം ഇന്ന് മതത്തിന്റെ കൂടെ കൂട്ടുപിടിച്ചേക്കാം, മതത്തിന്റെ കൂടെ ഏതെങ്കിലുമൊക്കെ വേദികളിൽ ചെന്ന് 4, 3, 7 വോട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്തേക്കാം എന്നുള്ള ശ്രമത്തിലാണ്. അങ്ങേക്ക് അറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, 4, 3, 7 വോട്ടിന് വേണ്ടി ഒരു മതാചാര്യന്റെയും അരമനയുടെ തിണ്ണ നിരങ്ങാൻ ഞങ്ങളെ കിട്ടില്ലെന്ന്. പക്ഷെ ഇപ്പൊ 4, 3, 7 അല്ല, 4, 4, 8 വോട്ട് കിട്ടും. ഒരു വോട്ട് കൂടുതൽ കിട്ടുമല്ലോ. 8 വോട്ട് കിട്ടിയാൽ അമ്പലത്തിൽ പോയേക്കാം, 8 വോട്ട് കിട്ടിയാൽ അരമനയുടെ അപ്പുറത്തേക്ക് പോയേക്കാം, അടുക്കളപ്പുറത്തേക്ക് പോയേക്കാം എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനം കാണുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ട് ദൂരദർശനും ഏഷ്യാനെറ്റും ഇന്ത്യ വിഷനും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ അവസ്ഥയല്ല. ഇന്ന് ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലുകളെക്കാൾ കൂടുതൽ ജനം കാണുന്നത് സോഷ്യൽ മീഡിയയും ഓൺലൈൻ ചാനലുകളുമാണ്. അപ്പം പല വേർഷനുകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ABC-യുടെ വേർഷൻ ആവില്ല, എന്താ T20 അവരുടെ PR എടുത്തിരിക്കുന്നവർ പറയുക, അവർ മറ്റൊരു വേർഷൻ പറയും. എന്നാൽ കോൺഗ്രസ് അനുഭവമുള്ള ചാനലുകളുണ്ട്, അവർ ആ വേർഷൻ പറയും. പക്ഷെ ഇതിൽ നിന്ന് ഇതെല്ലാം ജനം കാണുകയാണ്, വളർന്നു വരുന്ന യുവത കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ പഴയ കാലത്ത് ഇവർ ചെയ്തു കൂട്ടിയതും പറഞ്ഞു വെച്ചതിന്റെ ഒക്കെ ആർക്കൈവ്സുകൾ അവർക്ക് അവൈലബിൾ ആണ്. അല്ലാതെ പണ്ട് ഇപ്പൊ പിണറായി വിജയൻ ഒരു ദിവസം രാവിലെ 80-ൽ നിയമസഭയിൽ വന്നിട്ട് ഒരു കാര്യം പറയുന്നു, 90-ൽ അത് മാറ്റി പറയുന്നു. അപ്പൊ 80-ലെ രേഖ കിട്ടണമെങ്കിൽ നിയമസഭയിൽ പോയി അത് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്ന് നമ്മുടെ ഒരു ഫോണിന്റെ ക്ലിക്കിനപ്പുറത്ത് എന്താണ് 80-ൽ പറഞ്ഞത്, എന്താണ് 60-ൽ പറഞ്ഞത്, എന്താണ് 30-ൽ പറഞ്ഞത് തുടങ്ങിയുള്ള എല്ലാ ആർക്കൈവ്സുകളും അവൈലബിൾ ആണ്. ജനം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നത് വലിയൊരു ദുരന്തമാണ് എന്ന് ജനം മനസ്സിലാക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഞങ്ങളുടെ അഭിപ്രായം, കോൺഗ്രസിന്റെ അഭിപ്രായം, ഔദ്യോഗികമായി കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലും വ്യക്തിപരമായി ഒരു യുവജന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ഞങ്ങളുടെ അഭിപ്രായം മതം മതത്തിന്റെ വഴിക്കും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ വഴിക്കും പോകണം എന്നുള്ളതാണ്. മതത്തിന്റെ ആചാരങ്ങളിലേക്ക് അവിടേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ പോകുന്നതിലൊന്നും തെറ്റില്ല. അവർ പോകണം, പങ്കെടുക്കണം. നമ്മുടെ നാട്ടിൽ ഒരു ഉത്സവം നടക്കും. ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. പക്ഷെ എന്റെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. എന്റെ നാട്ടിലെ മുസ്ലിം പള്ളിയിലെ റംസാൻ നോമ്പുതുറയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ പള്ളിയിലെ റാസയിൽ പങ്കെടുക്കുന്നവരാണ് ഞാൻ. അത് പങ്കെടുക്കണം. കാര്യം നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ. മനുഷ്യരെ കണ്ടാൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചേ മതിയാവും. അതിന് ഇത്തരം വേദികളിലേക്ക് നമ്മൾ പോകണം. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് ഞങ്ങളുടെ ഉത്സവമാണ്, ഇതാ ബലികുടീരങ്ങളെ ഇവിടെ പാടണം. ഏത് ബലികുടീരം? ഇവർ തന്നെ 532 രക്തസാക്ഷികൾ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസമാണ് DYFI പറയുന്നത് കേട്ടത്. അതിൽ ഈ പുഷ്പം പെടും. ഇവർ തന്നെ വെഞ്ഞാറമൂട്ടിൽ കൊന്നു എന്ന് പറയപ്പെടുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവർ തന്നെയാണ് കൊന്നെന്ന് തെളിഞ്ഞ വെഞ്ഞാറമൂട്ടിലെ ഇവരുടെ രക്തസാക്ഷികൾ പെടും. അങ്ങനെ ഈ 532-ൽ പാതിയും ഇവരുടെ തന്നെ കൊലക്കത്തിക്കിരയായവരാണ്, അല്ലെങ്കിൽ ഇവരുടെ തന്നെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടവരാണ്. ആ ബലികുടീരങ്ങളെ പാടാനും അവിടെ പോയി പുഷ്പനെ അറിയാമോ, പിണറായി വിജയനെ അറിയാമോ, കഴുകനാണ്, സൂര്യനാണ്, കത്തിപ്പോകുന്ന ചന്ദ്രനാണ് പിണറായി വിജയൻ എന്നൊക്കെ പാടാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ജനം മൂക്കത്ത് കൈവരിച്ച് ഇവരെ ആട്ടിപ്പായിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി, എനിക്ക് തോന്നുന്നു എന്താണ് നമ്മൾ ഒരു പഴമൊഴി പറയില്ലേ ലക്ഷ്മി, ഈ എന്താണ് അവസാനിക്കാൻ പോകുന്ന തിരി ആളിക്കത്തുമെന്ന്. ആ ആളിക്കത്തലിന്റെ ഭാഗമാണ് ഇതൊക്കെ. അവസാന ഘട്ടത്തിലേക്ക് ഈ ഗവൺമെന്റ് എത്താൻ പോകുന്നു, പിണറായി വിജയൻ സർക്കാർ എത്താൻ പോകുന്നു. അതിന്റെ ഒരു തുടക്കമായി മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതിയാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.